ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഏകദേശം ഒരു മാസം മുന്നേ ഞാൻ നിങ്ങൾക്കൊരു ഡാഷ് ക്യാം പരിചയപ്പെടുത്തി തന്നതാണ്. നമ്മുടെ നെക്സ്റ്റ് ജിട്രോണിൻ്റെ ഒരു ബഡ്ജറ്റ് ഡാഷ് ക്യാം ആയിരുന്നു. ഈ ഡാഷ് ക്യാമും ഭയങ്കര റേറ്റുള്ള ഡാഷ് ക്യാം അല്ല, പക്ഷെ എന്നാൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഡാഷ് ക്യാം ഇപ്പോൾ കാണുന്നത്. ഇത് പക്ഷേ 70mm ഡാഷ് ക്യാമാണ്. ഇത് അത്യാവശ്യം നല്ല ഡാഷ് ക്യാമാണ്. ഇപ്പോൾ നമ്മളിതിൻ്റെ ജസ്റ്റ് എക്സ്റ്റീരിയർ പാക്കിംഗ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു നല്ലൊരു ബോക്സിനകത്താണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇത്തിരി കൂടെ പ്രീമിയം ബോക്സാണ് മറ്റേതിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഞാനിത് അഴിക്കുന്ന സമയത്തും കണ്ടില്ല, നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രീമിയം പാക്കേജിങ്ങിലാണ് ഈ സംഭവം കിട്ടുന്നത്. ഇവിടെ തന്നെ 2 പാർട്സായിട്ട് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ മെയിൻ സംഭവങ്ങൾ ഇരിക്കുന്നത്. ഡാഷ് ക്യാം വരുന്നതിൻ്റെ അകത്താണ്. ആൻഡ് ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഡ്യുവൽ ചാനൽ ഡാഷ് ക്യാം ആണ്. അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്രണ്ടും അതുപോലെ തന്നെ ബാക്കും റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ അകത്ത് ആകെപ്പാടെ ഫ്രണ്ട് സൈഡിൻ്റെ റെക്കോർഡിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മുടെ ക്യാമറ വരുന്നതിൽ ഇതാണ്. ഇവിടെയാണ് നമ്മുടെ റിയർ ക്യാമറ വരുന്നത്. ഇത് ബാക്കിൽ വെക്കാനുള്ള ക്യാമറയാണ്. ഇതിനകത്ത് ഒരു ടേപ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്കിവിടെ വയറിംഗ് അവൈലബിൾ ആണ്. വേറെ വയറിംഗ് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. വലിയ വയറിംഗ് ഉണ്ട്. ആൻഡ് ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ സാധനത്തിൻ്റെ മെയിൻ ക്യാമറയാണ്. ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ മൗണ്ട് ചെയ്യുന്ന ക്യാമറ. ഇതിൻ്റെ അകത്തും നമുക്ക് ഈ സാധനം റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇവിടെ നമുക്കൊരു ക്ലിപ്പ് വരുന്നുണ്ട്, അത് ഇതിൻ്റെ അകത്തുണ്ട്. അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അതാണ് നമ്മൾ വിൻഷീൽഡിൽ മൗണ്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡിസ്പ്ലേ സ്ക്രീൻ അവൈലബിൾ ആണ്. ജസ്റ്റ് ഈ സാധനം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ? ഇതിനകത്തൊരു ഡിസ്പ്ലേ അവൈലബിൾ ആണ്. അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ടച്ച് സ്ക്രീൻ അല്ല, പക്ഷേ അതിന് വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺസിൻ്റെ ഫംഗ്ഷൻസ് ഒന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. പക്ഷേ ഇത് ഡാഷ് ക്യാം ഓൺ ആവുന്ന സമയത്ത് നമുക്ക് ഓരോ ബട്ടൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ഇവിടെയൊക്കെ ആയിട്ട് താഴത്ത് കാണിച്ചു തരും. ഈ ബട്ടൺ ഞെക്കി മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. സ്ക്രീനിൽ നമുക്ക് ഒരിക്കലും ഞെക്കിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്കിനി ഇവിടെ വയ്ക്കാം. ഇനി മറ്റേ സൈഡ് തുറക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ, ഇത് ഇങ്ങനെയാണ് തുറക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് ഇതിൻ്റെ ബാക്കി വയറിംഗ് കിറ്റെല്ലാം തന്നെ വരുന്നത്. ഇത് നമുക്ക് വെയിറ്റ്, ഈ സാധനം നമുക്ക് വയറകത്തേക്ക് ഇങ്ങനെ ടക്കിൻ ചെയ്യാനുള്ള സാധനമാണ്. അത് ഞാൻ നേരത്തെ മറ്റേ വീഡിയോയിലും കാണിച്ചു തന്നിട്ടുണ്ട്. അടുത്ത സാധനം വരുന്നത് നമ്മുടെ വയറിംഗ് ആണ്. 2 വയറിംഗ് ഇതിനകത്ത് അവൈലബിൾ ആണ്. കാരണം നമുക്ക് ഫ്രണ്ടിലെ ഡാഷ് ക്യാം ബാക്കിലെ ഡാഷ് ക്യാം ഒക്കെ കൊടുക്കാനുണ്ടല്ലോ. അതായത് ആദ്യത്തെ വയറിംഗ്, അടുത്ത ഞാൻ കാണിച്ചു തരാം. നമ്മുടെ അടുത്ത വയറിംഗ് ആണ് ഇത്. അടുത്ത വയറിംഗ് ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കും. ഞാൻ അത് കണക്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ആക്ച്വലി ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം രണ്ടിനകത്തും 2 പോയിൻ്റാണ്. ഡാഷ് ക്യാം എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. ഇവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, കണ്ടില്ലേ? ഇതിൻ്റെ അകത്ത് ഇവിടെ നമ്മൾ മൈക്രോ സ്റ്റിക്ക് ഇടണം. അതുപോലെ ഈ സാധനത്തിൻ്റെ അകത്ത് ഇത് മൈക്രോ USB ആണ്. അത് മൈക്രോ USB അവർ എന്തിനാണ് ഇപ്പോൾ കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും നമ്മുടെ മെയിൻ ഡാഷ് ക്യാം കണക്ട് ചെയ്യുന്ന വയർ ഇതിൻ്റെ അകത്തോട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ 12 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യുമല്ലോ, ആ സാധനം മൈക്രോ USB-യിലാണ് പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ ബാക്കിലത്തെ ഡാഷ് ക്യാമിൻ്റെ കണക്ഷൻ വരുന്നത്. അതിൻ്റെ വയറിങ് നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. അതിന് വേറെ കണക്ഷൻ്റെ ആവശ്യമില്ല. അതായത് നമ്മൾ വേറൊരു 12 വോൾട്ട് പവർ സോക്കറ്റിലേക്ക് ഒന്നും കൊടുക്കേണ്ട. ഈ മെയിൻ യൂണിറ്റിലേക്ക് തന്നെ അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കിലേക്ക് കൊടുക്കാൻ പറ്റും. അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇതിനകത്ത് ഇപ്പം മെയിൻ ഫീച്ചേഴ്സായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡ്യുവൽ ചാനലുണ്ട്, അതുപോലെ ഈ സ്ക്രീനുണ്ട് എന്നുള്ളത് നിങ്ങളൊക്കെ കണ്ടു. ഇതിൻ്റെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നേരത്തെ കാണിച്ച ഡാഷ് ക്യാം 2K റെസൊല്യൂഷൻ റെക്കോർഡ് ചെയ്യുമായിരുന്നു. അതിൻ്റെ HDR സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ആകെപ്പാടെ 1080p റെക്കോർഡിംഗ് മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് 2K അല്ലെങ്കിൽ 4K റെസൊല്യൂഷൻ വരുന്നില്ല. 4K പിന്നെ പ്രീമിയം ആണെന്നെങ്കിലും പറയാം. ഇത് പക്ഷേ 1080p എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 1.5K അല്ലെങ്കിൽ 2K റെസൊല്യൂഷൻ അവർക്ക് കൊടുക്കായിരുന്നു. കാരണം 8000 അടുത്ത് വില വരുന്ന ഒരു ഡാഷ് ക്യാം ആണിത്. പിന്നെ 8000 പ്രൈസ് പോയിന്റ് നമുക്ക് ഡ്യുവൽ ചാനൽ കിട്ടുന്നത്, അതായത് ഫ്രണ്ടിലും ബാക്കിലും കിട്ടുന്നവരുടെ ഡാഷ് ക്യാം ഒന്നും ഇല്ല. അതുകൊണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ കുറച്ച് കോംപ്രമൈസ് ഉണ്ട്. പിന്നെ മറ്റേ ഡാഷ് ക്യാമിൻ്റെ അകത്ത് നമുക്ക് GPS ഉള്ള മോഡൽ ഉണ്ടായിരുന്നു. അതായത് സ്പീഡ് കറക്റ്റ് കാണാൻ പറ്റുമായിരുന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് GPS ഉള്ള മോഡലും അവൈലബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്പീഡ് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കിട്ടില്ല. ജസ്റ്റ് നമുക്ക് ടൈമും ഡേറ്റും പിന്നെ ഇവരുടെ ലോഗോ ഒക്കെ വേണമെങ്കിൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴത്ത് കാണിക്കുമല്ലോ, ആ ഇൻഫർമേഷനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ 70mm ആപ്പ് ഉണ്ട്. 70mm ആപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആക്ച്വലി നിങ്ങളിപ്പോൾ ആപ്പ് കണക്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല. കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് മറ്റേ ഡാഷ് ക്യാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ജിട്രോണിൻ്റെ സാധനം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയ അഡ്വാൻറ്റേജ് ഇതിൻ്റെ സ്ക്രീനാണ്. കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യുന്ന ഫുട്ടേജ് എല്ലാം ഈ ഒരു സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. അത് ഒരു വലിയ പ്ലസ് പോയിൻ്റ് ആണ്. കാരണം നമ്മൾ മറ്റേതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആപ്പിൻ്റെ അകത്ത് പോകണം. ആപ്പിൻ്റെ അകത്ത് ഓൾറെഡി വൈഫൈ വെച്ചാണ് നമ്മൾ ഈ ഒരു ഡാഷ് ക്യാം കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വീട്ടിൽ വല്ല വൈഫൈ ആണെങ്കിൽ അത് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മൊബൈൽ ഡാറ്റയിൽ നിന്ന് തന്നെ വീഡിയോ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. മാത്രമല്ല നല്ല ഡാറ്റ കൺസംഷനും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ള ഫയൽസാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഫയൽസിൻ്റെ സൈസ് മാറ്റാൻ പറ്റും. അതായത് ഇപ്പം 1 മിനിറ്റ് റെക്കോർഡ് ചെയ്യാം, 2 മിനിറ്റ് റെക്കോർഡ് ചെയ്യാം, 3 മിനിറ്റ് റെക്കോർഡ് ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ആകെപ്പാട് റെസൊല്യൂഷൻ ഒറ്റൊരു സാധനമേ ഉള്ളൂ, 1080p HDR. അത് ഫിക്സ്ഡ് ആണ്. വേറെ 720p അല്ലെങ്കിൽ 480p അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. അവർ ഡിഫോൾട്ടായിട്ട് അവർ ഒറ്റ റെസൊല്യൂഷൻ മാത്രമേ ഇതിൻ്റെ അകത്ത് തരുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്കിപ്പം അൺബോക്സിങ്ങിൽ കാണിക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ ബോക്സിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പം ജസ്റ്റ് വേണേൽ കാണിച്ചു തരാം. അതുകൊണ്ടില്ലേ,
1080p വിത്ത് HDR എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ പാർക്കിംഗ് സർവൈലൻസ് ഉണ്ട്, ആപ്പ് കൺട്രോൾ വരുന്നുണ്ട്, അതുപോലെ ഡ്യുവൽ റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷനും വരുന്നുണ്ട്. ഈ പാർക്കിംഗ് സർവൈലൻസിന് നിങ്ങൾ അതിൻ്റെ കിറ്റ് വാങ്ങേണ്ടി വരും. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, വേണമെങ്കിൽ വാങ്ങാം. അതായത് ഇപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഡാഷ് ക്യാം ഉപയോഗിക്കണമെങ്കിൽ വണ്ടിയുടെ ബാറ്ററി ഒക്കെ എടുത്ത് പോകും. മാത്രമല്ല അതങ്ങനെ ചെയ്യാനും പറ്റില്ല, കാരണം ഡാഷ് ക്യാം വർക്ക് ചെയ്യില്ല. ഈ ഒരു പാർക്കിംഗ് സർവൈലൻസ് കിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചാൽ ഈസി ആയിട്ട് ഡാഷ് ക്യാം വണ്ടി നിർത്തിയിടുന്ന സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. വണ്ടിയുടെ ഇഗ്നിഷൻ ഓൺ ആക്കിയിടേണ്ട ആവശ്യം അങ്ങനത്തെ ഒന്നും വരുന്നില്ല, നമുക്ക് അത് വെച്ച് തന്നെ ചെയ്യാം. പക്ഷേ അതിനൊക്കെ നിങ്ങളുടെ അടുത്ത് അഡീഷണൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അത് പ്രിഫർ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് ഇപ്പം അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. സോ ഇത്രയാണ് ഗൈസ് നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് എക്സ്പീരിയൻസ് പറയാനുള്ളത്. ഇനിയിപ്പം ഞാനിത് കറക്റ്റായിട്ട് വെച്ചിട്ട് വരാം. ബട്ട് അതിന് മുമ്പ് നമ്മളിത് അൺബോക്സ് ചെയ്തില്ല അല്ലേ? ഓക്കെ, വെയിറ്റ്. ഈ സാധനത്തിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ ബുക്കും പേപ്പറൊക്കെയാണ് കിട്ടുന്നത്. യൂസർ ഗൈഡും മാനുവലും സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഈ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതെന്തിനാണ് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ചില സമയത്ത് നമുക്ക് ഇത് ഒട്ടിച്ചിട്ട്, അതായത് ഡാഷ് ക്യാം ഒട്ടിച്ചിട്ട് അത് ഊരിയെടുക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ വരും. ആ സമയത്ത് ഈ ഒരു സ്റ്റിക്കർ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ വിൻഷീൽഡിൽ ഒട്ടിച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഊരിയെടുക്കാൻ നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ജസ്റ്റ് താണ്ട് ഈ സൈഡിൽ നിന്ന് പറിച്ചാൽ മതിയോ, ഒരു സൈഡിൽ നിന്ന് ഈ സാധനം വലിച്ചെടുത്താൽ മതിയോ. ഡാഷ് ക്യാം മറ്റത് 3mm ടൈപ്പ് വെച്ച് നമ്മൾ ഡയറക്റ്റ് വിൻഷീൽഡിലേക്ക് ഒട്ടിക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല നിങ്ങൾ ഒട്ടിക്കുകയാണെങ്കിൽ. പക്ഷേ ഇതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഒരുപാട് വെയിൽ ഡയറക്റ്റ് അടിച്ച് കഴിയുമ്പോൾ ഇത് ചിലപ്പോൾ ഇളകി വീഴുന്നൊരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇപ്പം മിക്കവാറും ഒക്കെ ആൾക്കാർ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഇളക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഞാനിതിപ്പോൾ എൻ്റെ വണ്ടിയിൽ തന്നെയാണ് വെക്കാൻ പോകുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഡാഷ് ക്യാം ഞാനെടുത്ത് സിറ്റിക്കകത്ത് വെക്കും ഇവിടെ. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മൗണ്ട്. നമ്മളിതാണ് ഡാഷ് ക്യാമിലേക്ക്, ഫ്രണ്ടിലത്തെ ഡാഷ് ക്യാമിലേക്ക് മൗണ്ട് ചെയ്യേണ്ടത്. ഈ ടേപ്പ് എടുത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഡയറക്റ്റ് വിൻഷീൽഡിലേക്ക് ഒട്ടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഒരു സാധനം ഞാൻ കാണിച്ചില്ല, അത് വെച്ച് വേണമെങ്കിൽ ഒട്ടിക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് നമുക്ക് ഡാഷ് ക്യാമിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി. ഓക്കെ, പിന്നെ നമുക്കിതിൻ്റെ അകത്ത് വരുന്നത് ഈ സാധനമാണ്, നമ്മുടെ 12V അഡാപ്റ്റർ. ഈ അഡാപ്റ്ററിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് ഒറ്റൊരെണ്ണം ഉള്ളൂ ഇതിൻ്റെ അകത്ത്, കണ്ടില്ലേ? ഈ ഒരൊറ്റ പോയിന്റ് മാത്രമേ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഇത് തന്നെ ഉപയോഗിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ വണ്ടിയിൽ ഓൾറെഡി 2 എണ്ണം ഉള്ള വല്ലതും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. കാരണം ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ആകെ മെയിനായിട്ട് ഒറ്റ 12V അഡാപ്റ്ററേ ഫ്രണ്ടിൽ വരുന്നുള്ളൂ. ഫ്രണ്ടിൽ നല്ല ആകെ ഒറ്റൊരെണ്ണം ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ചാർജിങ്ങും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റൊരു പോയിന്റ് വെച്ച് പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. മറ്റതിപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ചാർജ് ചെയ്യണമെങ്കിൽ 2 എണ്ണം ഉള്ളത് വേണ്ടി വരും. അപ്പോൾ ഞാനിപ്പം ഓൾറെഡി ഉള്ള 2 എണ്ണമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പം നെക്സ്റ്റ് ജിറ്റ് ഉള്ളതുകൊണ്ട് ഞാനത് ഉപയോഗിക്കും. അതിൻ്റെ അകത്ത് 2 എണ്ണം ഉള്ളതാണ്. നമ്മൾ ഡാഷ് ക്യാമിൽ ഈ സാധനം അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അത് ഒറ്റക്കൈ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി അറ്റാച്ച് ചെയ്ത് കാണിക്കുന്നത്. ഇത് ഊരാനത്തുണ്ടോ ഈ സംഭവം, ഇത് ശ്രദ്ധിച്ച് ചെയ്തില്ല ചിലപ്പോൾ അതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോകും കേട്ടോ. എൻ്റെ നിന്ന് കുടുങ്ങിപ്പോയായിരുന്നു. ഈ സൈഡ് ഉണ്ട്, ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സൈഡ്, അത് ഇപ്പുറത്തോട്ട് വരുന്ന രീതിയിൽ നമ്മൾ അറ്റാച്ച് ചെയ്യണം. എന്നാലേ അത് മര്യാദയ്ക്ക് അറ്റാച്ച് ആവുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അവിടെ ജാമായിരിക്കും. പിന്നെ ഞാൻ വലിച്ചു പൊളിച്ചെടുത്ത് പൊട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ ഭാഗ്യത്തിന് പൊട്ടിയില്ല. ഓക്കെ, കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഒറ്റക്കൈ വെച്ചത് ചെയ്യാൻ പറ്റില്ലോ. ബട്ട് എനിവേ ഈ സാധനം ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് വിൻഷീൽഡിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഇനി വീണ്ടും നിർത്തിയിട്ട് ഇത് അറ്റാച്ച് ചെയ്തിട്ട് കാണിച്ചു തരേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഇതിനകത്ത് ഫ്രണ്ടിലും ബാക്കിലും ക്യാമറ ഉണ്ടെന്ന്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ക്യാമറ. ഫോക്കസ് ആവട്ടെ, ഫോക്കസ് ആവും. ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ ക്യാമറ. ഓക്കെ, ഇതിനകത്ത് ഇതാണ് പറഞ്ഞ് ഡിസ്പ്ലേ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇതാണ് ഇവിടെ വരുന്ന ഡിസ്പ്ലേ. നമുക്ക് ഫ്രണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ ഡിസ്പ്ലേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ നേരത്തെ കാണിച്ച ബട്ടൺസ് ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഫോക്കസ് പോകുന്നുണ്ട്. ഈ ബട്ടൺസ് നമുക്ക് താഴത്ത് കൊടുത്തിരിക്കുന്നതിൻ്റെ ഫങ്ഷൻസാണ് ഇത് വരുന്നത്. ഇവിടെ ഞെക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിലത്തെ ക്യാമറയുടെ ഫീൽഡ് കാണാം. ഈ ബാക്കിലത്തെ ക്യാമറ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇതും ഫോക്കസ് ആവാൻ പണിയായിരിക്കും അവിടെ. ഇതാണ് നമ്മുടെ ബാക്കിലത്തെ ക്യാമറ. അതവിടെ വിൻഷീൽഡിനകത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ സ്മൂത്ത് ആവട്ടെ. ഓക്കെ, ഇപ്പോൾ ശരി. ഇതാണ് നമ്മുടെ ബാക്കിലത്തെ ക്യാമറയുടെ ഫീൽഡ് ഓഫ് വ്യൂ. ഇവിടെ തന്നെ ഞാൻ ഒന്നുകൂടെ ഞെക്കുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ ക്യാമറയായി. ഇത് നമുക്ക് എമർജൻസി വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള സ്വിച്ചാണ്. ഞാനിപ്പോൾ ഞെക്കുന്നില്ല, ഞെക്കിക്കഴിഞ്ഞാൽ പിന്നെ എമർജൻസി വീഡിയോ എടുക്കും. ഇത് നമുക്ക് ആൽബത്തിലേക്ക് പോകാൻ, ഇപ്പോൾ ഈ സാധനം ഞെക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, നമുക്ക് ഇതിൻ്റെ അകത്ത് എമർജൻസി വീഡിയോയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഓൾ വീഡിയോസിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ ഓൾ വീഡിയോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ വീഡിയോസ് വന്നു. നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് സ്ക്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ സാധനത്തിനകത്ത് ഞെക്കി ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാ വീഡിയോസും ഇതിൻ്റെ അകത്ത് തന്നെ കാണാൻ പറ്റും. അതൊരു വലിയ പ്ലസ് പോയിൻ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ എനിക്കിത് പ്ലേ ചെയ്യണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ ഇതുണ്ട്, നമുക്ക് ഈ വീഡിയോ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, വിത്ത് ഓഡിയോ ആണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. മൈക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. അതിനൊക്കെ സെറ്റിങ്സിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇനി ബാക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിനകത്ത് എമർജൻസി വീഡിയോ, പാർക്കിംഗ് സർവൈലൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് വേറെ കിറ്റ് വേണം. ടൈം ലാപ്സ് എടുക്കാനും വേറെ കിറ്റ് വേണം. പിന്നെ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് വെച്ച് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ കിട്ടുന്നത്. ഇനി നമുക്ക് ബാക്ക് വന്നു. ഇവിടെ ഇതിൻ്റെ സെറ്റിങ്സ് ആണ്.
ഇടയ്ക്കിടയ്ക്ക് ഫോക്കസ് പോകുന്നുണ്ടല്ലേ. ഓക്കെ, സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്കിപ്പോൾ ഇവിടെ വീഡിയോ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പാർക്കിംഗ് സർവൈലൻസ് വീണ്ടും വരുന്നുണ്ട്. സ്മാർട്ട് ട്രാവൽ, സൗണ്ട് സെറ്റിങ്സ്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ എല്ലാം ചെയ്ത് കാണിക്കാനാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് കണ്ടില്ല, ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോ സാധനങ്ങൾ ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ പിന്നെ സിസ്റ്റം സെറ്റിങ്സ് വരുന്നുണ്ട്, റീസെറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പുറത്തോട്ട് പിന്നെ ഡൗൺലോഡ് ആപ്പും അബൌട്ടിൻ്റെ സാധനങ്ങളാണ് വരുന്നത്. സിസ്റ്റം സെറ്റിങ്സ് എടുക്കുകയാണെങ്കിൽ വൈഫൈ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരണം. പക്ഷേ അത് നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യണമെന്നില്ല. കാരണം ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഞാനൊരു സെറ്റിംഗ് കണ്ടു, വണ്ടിയുടെ ഡാഷ് ക്യാം ഓൺ ആവുന്ന സമയത്ത് തന്നെ വൈഫൈ ഹോട്ട്സ്പോട്ട് ഓട്ടോമാറ്റിക്കലി ഇത് തന്നെ ഓൺ ചെയ്യും. അപ്പോൾ ആ ഒരു സംവിധാനം ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇതിൻ്റെ അകത്തോട്ട് വന്ന് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഞാനിപ്പോൾ അത് ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ ഓഫ് ടൈം ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് സ്ക്രീൻ ഓഫ് ആക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. താഴത്തേക്ക് പോയിട്ട് കഴിഞ്ഞാൽ സ്ക്രീൻ ഓഫ് ചെയ്യാൻ പറ്റും, സ്ക്രീൻ സേവർ ചെയ്യാൻ പറ്റും, അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോ ഓഫ് വെൻ സ്റ്റോപ്പ്. ഇത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് സ്ക്രീൻ എപ്പോഴാണ് ഓഫ് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ ഈ ഡാഷ് ക്യാം തന്നെ വർക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയാണ് ഈ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. അതാണ് വെൻ സ്റ്റോപ്ഡ് എന്നും കൂടെ അവർ മെൻഷൻ ചെയ്യുന്നത്. അത് നമുക്ക് ഏതെങ്കിലും സെറ്റ് ചെയ്യാം, 5 മിനിറ്റോ 10 മിനിറ്റോ, അല്ലെങ്കിൽ ഒരിക്കലും ഓഫ് ആവേണ്ടെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. പക്ഷേ അതിന് ബെറ്റർ നിങ്ങൾ ആ ഒരു സംഭവം, അതായത് നമ്മുടെ അഡീഷണൽ കിറ്റ് വാങ്ങി വയ്ക്കുകയാണെങ്കിൽ ഇത് വലിയ കുഴപ്പമുണ്ടാവില്ല. ഇനി നമുക്ക് ബാക്ക് പോവാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ സെറ്റിങ്സ് എല്ലാം തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഫീൽഡ് ഓഫ് വ്യൂ അത് ഞാൻ അല്ലാണ്ട് കാണിച്ചു തരാം. റെക്കോർഡിംഗ് ക്വാളിറ്റി കാണിച്ചു തരാം. ബൈ ദ വേ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. ഇത് ഓൺ ആകുമ്പോൾ പച്ച ലൈറ്റ് കത്തും. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ക്യാമറ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്ത് ഈ സാധനം റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നില്ല, ഞാനത് കറക്റ്റ് ഈ വണ്ടിയുടെ ഫീൽഡ് ഓഫ് വ്യൂ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ജസ്റ്റ് ബാക്കിലോട്ട് പോയിട്ട് ബാക്ക് ക്യാമറയും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് ക്യാമറ വരുന്നത്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. പക്ഷേ ഈ സാധനം നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, തിരിക്കാൻ പറ്റും. വീണ്ടും ഞാൻ തിരിക്കുന്നില്ല, കാരണം ഇപ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പണിയാവും. ഞാൻ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡീഫോഗർ ലൈൻസ് ക്യാമറയുടെ ഫീൽഡ് ഓഫ് വ്യൂവിൽ വരാണ്ട് നോക്കണം കേട്ടോ. ഞാനിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നതിൽ ഈ ക്യാമറയുടെ വ്യൂ പോകുന്ന സ്ഥലത്ത് ഡീഫോഗർ ലൈൻ വരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വരുന്ന പോലെ തോന്നുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾ വീഡിയോ ഫുട്ടേജ് കാണുമ്പോൾ അതിൻ്റെ അകത്ത് ഡീഫോഗർ ലൈൻ ഉണ്ടാവില്ല. അപ്പോൾ അത് ബാക്കിൽ ഡീഫോഗർ ഉള്ള വണ്ടിയാണെങ്കിൽ അത് നോക്കണം. പിന്നെ നമുക്കിതിൻ്റെ അകത്ത് പറയാനുള്ളത് വൈപ്പറിൻ്റെ ആ ഒരു കൺട്രോൾ. ബാക്കിൽ വൈപ്പറുള്ള വണ്ടിയാണെങ്കിൽ വൈപ്പറിൻ്റെ ആ ഒരു വൈപ്പ് ചെയ്യുന്ന സ്ഥലത്തും കൂടെ നമ്മൾ ക്യാമറ മൗണ്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്കിപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇവിടെ ചെയ്യാം, അല്ല ഇവിടെ വേണമെങ്കിൽ ഇവിടെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ കണക്ഷൻ, ഈ ബാക്കിലത്തെ ക്യാമറയുടെ കണക്ഷൻ എടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സമീപിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിതിപ്പോൾ തന്നെയാണ് ചെയ്തത്. നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പിന്നെ കുറച്ച് പണിയെടുക്കണമെന്നേ ഉള്ളൂ. എല്ലാം കൂടി ഇപ്പോൾ നല്ല രീതിയിൽ ഞാൻ പണിയെടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും കൂടി സെറ്റ് ചെയ്യാനായിട്ട്. എനിവേ ഇതിൻ്റെ അകത്ത് ഇപ്പം ഈ കണക്ഷൻ വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ സാധനത്തിൻ്റെ അകത്ത് നിന്ന് ഇങ്ങോട്ട് എടുത്തു, ഫ്രണ്ടിൽ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. എനിവേ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ഫോക്കസായി. നമ്മൾ ഇവിടെ നിന്ന് ഇത് ഇങ്ങോട്ട് എടുത്തു, ഇതിലെ എടുത്തെടുത്ത് പിന്നെ ഇതിൻ്റെ അകത്തോട് ഇട്ടു. ഇതിൻ്റെ അകത്തോട് ഇടാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നെങ്കിൽ ഈ സാധനം നിങ്ങൾ തുറക്കേണ്ടി വരും. ഇപ്പോൾ തുറക്കാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഇവിടെ നമുക്കൊരു പിയേഴ്സിങ് സാധനം ഞാൻ കാണിച്ചില്ലേ, അതായത് പ്ലഗ് ചെയ്യാനായിട്ട് വയറൊക്കെ കറക്റ്റ് ഫിക്സ് ചെയ്യാൻ. ആ സാധനം ഇതിൻ്റെ അകത്തോട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വയർ ഇതിൻ്റെ അകത്തോട്ട് പൊക്കോളും. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ ഈ റബ്ബർ ബീഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ എടുത്ത് വന്ന് നമ്മളിങ്ങനെ പോയി ഇവിടെ ഒരു പോയിൻ്റ് വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൂടെ എടുക്കണം. ഈ സാധനത്തിൻ്റെ അകത്തൂടെ എടുത്താലേ നമുക്ക് പിന്നെ വയർ കണക്റ്റ് വെക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പുറത്തെ ഈ സാധനത്തിൻ്റെ അകത്തോടെ നമ്മൾ എടുക്കണം. പിന്നെ അവിടെ നിന്ന് എൻ്റെ വയർ വരുന്നുണ്ട്, കണ്ടില്ലേ? വെയിറ്റ്, പിന്നെയും ഫോക്കസ് പോയി. ഇവിടെ നിന്ന് രണ്ട് വയറും കൂടെ വരുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ മെയിൻ കണക്ഷൻ, മെയിൻ ഡാഷ് ക്യാമിൽ നിന്നുള്ള കണക്ഷൻ വരുന്നുണ്ട്. 2 വയറും അവിടെ കണക്ട് ചെയ്തു. ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു നമ്മൾ എവിടേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ബാക്ക് ക്യാമറയുടെയും ഫ്രണ്ട് ക്യാമറയുടെയും 2 കണക്ഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കണക്ഷൻ്റെ സംഭവങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. ഫ്രണ്ടിലത്തെ ക്യാമറ എങ്ങനെ കണക്ട് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഇപ്പോൾ എൻ്റെ പഴയ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതും ഒന്നുമില്ല, സംഭവം സിമ്പിളാണ്. നമ്മൾ ഈ മറ്റേ റബ്ബർ ബീഡിങ്ങിൻ്റെ അകത്തോട്ട് എടുക്കുന്നു, എന്നിട്ട് ഈ ഡാഷ് ബോർഡ് വഴി എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ കണക്ഷൻ നേരെ ഇവിടെ കൊടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നുള്ളൂ. ബാക്കിലത്തെ ആണ് പിന്നെ നമ്മൾ കുറച്ച് പണിയെടുക്കേണ്ട ആവശ്യം വരുന്നത്. അത് പണിയെടുക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിവിടെ ഇനി ചെയ്യാൻ പറ്റുന്നത്. ഇനി ഞാനിതിൻ്റെ റെക്കോർഡിംഗ് ക്വാളിറ്റി ഒക്കെ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഫുട്ടേജാണ്. എഗൈൻ 1080p HDR വീഡിയോസാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. HDR ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഓവർ എക്സ്പോസ്ഡ് ആവുന്നില്ല സ്കൈ ഒന്നും, അതൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ക്ലാരിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ആപ്പിൻ്റെ അകത്ത് നമ്മൾ ഡയറക്റ്റ് എടുത്ത് ഇതിൻ്റെ ഫുട്ടേജ് കാണുന്ന സമയത്ത് ക്ലാരിറ്റി വളരെ മോശമാണ്. അതെന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യം വിചാരിച്ചപ്പോൾ വളരെ മോശമായിരിക്കുന്നു, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ക്ലാരിറ്റി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു 5000 അടുത്ത റേഞ്ചിലുള്ള ഒരു ക്യാമറ കാണിച്ചായിരുന്നു, ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട്
ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ഓൾമോസ്റ്റ് ഒരു റേഞ്ചിൽ നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് HDR കൺട്രോൾസ് ഒന്നും അത്ര പ്രോപ്പർ അല്ലായിരുന്നു. ഇതിനകത്ത് അതൊക്കെ അവർ കുറച്ചുകൂടെ മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട്. എഗെയിൻ അത് 2K ആയിരുന്നു, ഇത് 1080p ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി കുറച്ച് അടുത്ത് വരികയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്പർ പ്ലേറ്റ് ഒക്കെ റീഡ് ചെയ്യാൻ പറ്റും. ഈ ഫ്രണ്ടിലത്തെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ റീഡ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡേ ടൈം റെക്കോർഡിംഗ് വൈസ് ഫ്രണ്ട് ക്യാമറയുടെ ക്ലാരിറ്റി വലിയ കുഴപ്പമില്ല. പിന്നെ താഴത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ടൈമും ഡേറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. എഗെയിൻ ഇതിനകത്ത് GPS ഇല്ലാത്തതുകൊണ്ട് സ്പീഡ് കാണിക്കില്ല. ഇതാണ് നമ്മുടെ റിയർ ക്യാമറയുടെ ഫുട്ടേജ്. ഇതിപ്പം സാധാരണഗതിയിൽ മിക്ക വണ്ടികളിൽ എടുക്കുകയാണെങ്കിലും റിയർ ക്യാമറ വരുന്നത് ഈവൻ നമ്മൾ 15,000 റേഞ്ചിൽ വാങ്ങിയാലും റിയർ ക്യാമറയുടെ ക്ലാരിറ്റി ആവറേജ് ആയിരിക്കും. ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ഒരു സഫീഷ്യൻറ്റ് ക്ലാരിറ്റിയാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ കിട്ടുന്നത്. എന്ന് വെച്ചാൽ ആവശ്യത്തിന് ഇപ്പോൾ വണ്ടികളൊക്കെ അടുത്ത് വരികയാണെങ്കിൽ നമ്പർ പ്ലേറ്റ് ഒക്കെ വായിക്കാൻ പറ്റും. ഇതും 1080p തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. ഫ്രണ്ടിലത്തെ ക്യാമറയിൽ ചെയ്യുന്നതൊക്കെ തന്നെയാണ് ബാക്കിലുള്ളത്. പിന്നെ മൈക്കായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് നമുക്ക് ഫ്രണ്ടിലത്തെ ആ ഒരു ഡിസേബിൾ എനേബിൾ ഓപ്ഷൻ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സെപ്പറേറ്റ് മൈക്കൊന്നും ബാക്കിലത്തെ ക്യാമറയിൽ അങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ല. ഇനി ഇതിൻ്റെ നൈറ്റ് റെക്കോർഡിംഗ് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫ്രണ്ട് ക്യാമറയുടെ നൈറ്റ് റെക്കോർഡിംഗ് വിഷ്വൽസ് ആണ്. ഫ്രണ്ട് ക്യാമറയുടെ നൈറ്റ് റെക്കോർഡിംഗ് വലിയ കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യമൊക്കെ ഫ്രണ്ടിൽ വരുന്ന വണ്ടികൾ അടുത്ത് വരികയാണെങ്കിൽ നമ്പർ പ്ലേറ്റ് ഒക്കെ റീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി വണ്ടികളെ ലൈറ്റ് അടിക്കുന്ന സമയത്ത് ചെറിയൊരു ഡിസ്റ്റോർഷൻ വരുന്നുണ്ട്. എന്നാലും നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ബാക്കി ക്യാമറസൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു നൈറ്റ് വ്യൂ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഗൈസ്, ഇപ്പം നമ്മൾ ഈ വാഹനത്തിൻ്റെ ക്യാമറയുടെ ആപ്പിനകത്താണ് ഇരിക്കുന്നത്. 70mm എന്ന് പറയുന്ന ആപ്പാണ് നിങ്ങൾ ഇതിന് വേണ്ടി ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഓൾമോസ്റ്റ് ഇതിൻ്റെ കൺട്രോൾസൊക്കെ ഞാൻ ഡാഷ് ക്യാമിൻ്റെ അകത്ത് കാണിച്ചു തന്ന സംഭവങ്ങൾ തന്നെയാണ്. നമുക്കിപ്പോൾ ഇത് ഇൻ്റർഫേസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വൈഫൈ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുന്നത്. ഇവിടെ തന്നെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ക്യാമറ തമ്മിൽ നമുക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് മൈക്ക് ഓൺ ഓഫും ചെയ്യാൻ പറ്റും. പിന്നെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ എന്താണ് ഇവിടെ ക്യാമറയുടെ അവിടെ കൊടുത്തിട്ടുണ്ട്. സെറ്റിംഗ്സ് ഉണ്ട്. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കൺട്രോൾസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. കണ്ടോ? ഓക്കെ, വീഡിയോ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാം, അതുപോലെ കംപ്രഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 70mm ലോഗോ ഓൺ ഓഫ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ആൻറ്റി ഫ്ലിക്കറിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് സാധനങ്ങൾ കൊളിഷൻ ഡിറ്റക്ഷനും ടൈം ലാപ്സും ഞാൻ ഓൾറെഡി പറഞ്ഞു കിറ്റ് വേണം. പിന്നെ എമർജൻസി വീഡിയോയുടെ നമുക്ക് സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ എത്ര ഇതിപ്പോൾ ചെറിയൊരു അനക്കം വരികയാണെങ്കിൽ റെക്കോർഡ് ചെയ്യണോ, അത് ഹൈയിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ റെക്കോർഡ് ചെയ്യും. ലോയിലിട്ട് കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് എമർജൻസി വീഡിയോ റെക്കോർഡ് ചെയ്യില്ല. ഇത് തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് വേണമെങ്കിൽ ക്യാമറയ്ക്കകത്തൊരു സ്വിച്ച് ഉണ്ട്. ഞാൻ അതിൻ്റെ ബട്ടൺസ് കാണിച്ചപ്പോൾ കാണിച്ചായിരുന്നു. അതിനൊക്കെയാണ് നമുക്ക് മാനുവലിയും ഇതിൻ്റെ എമർജൻസി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പീക്കർ വോളിയം സെറ്റ് ചെയ്യാം, അതുപോലെ കീ ടോൺ, റെക്കോർഡ് ഓഡിയോ. അതിൻ്റെ അകത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓഡിയോ റെക്കോർഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ സ്ക്രീനിൻ്റെ സ്റ്റാൻഡ് ബൈ മോഡ് എന്താണെന്നുള്ളത് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ അകത്ത് ഓട്ടോ ഓഫ് ആഫ്റ്റർ സ്റ്റോപ്പ് എത്രയാണെന്നുള്ളത്, അതായത് നമ്മളിപ്പോൾ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ സാധനം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാണ് ഓഫ് ആവേണ്ടത് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഡേറ്റും ടൈമും ഫോർമാറ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ആപ്പിൻ്റെ അകത്ത് ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ആൽബത്തിലേക്ക് പോകാം. ആൽബത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് വീഡിയോസ് വരുന്നതെന്നുള്ളതൊക്കെ കാണാം. ഓൾ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാ ഓപ്ഷൻസ്, അതായത് ഏതൊക്കെ വീഡിയോസാണുള്ളതെന്നൊക്കെ കാണാൻ പറ്റും. വിത്ത് ഓഡിയോ ആണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാം. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ എക്സ്റ്റൻഡ് ക്യാമറ, അതായത് ബാക്ക് ക്യാമറയുടെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതെല്ലാം ഇവിടെയാണ്. അതിൻ്റെ ഓപ്ഷനും ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത് നമുക്ക് അവിടെ നിന്നും ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ല, ഇവിടെയും ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. അങ്ങനെ ഗൈസ്, നമ്മളിപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ അകത്ത് ഈ ഡാഷ് ക്യാം വെച്ചിരിക്കുന്നതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ ക്ലാരിറ്റി സംഭവങ്ങളെല്ലാം തന്നെ നോക്കിയിട്ടുണ്ട്. 8,000 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ SD കാർഡ് ഇടണം. SD കാർഡ് ഇടാനുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ EVO Plus എന്ന് പറഞ്ഞ SD കാർഡാണ് താഴത്ത് കൊടുക്കാൻ പോകുന്നത്. അത് ചില കമ്പനികളുടെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ 128GB അല്ലെങ്കിൽ 256 64 എത്രയാണെന്ന് വെച്ചാൽ വാങ്ങി ഇടാൻ പറ്റും. പിന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ഡിസ്പ്ലേ നോക്കിക്കോ. ഞാൻ പറഞ്ഞില്ല നമുക്ക് സ്ക്രീൻ എപ്പോഴും ഓൺ ആയിരിക്കില്ല എന്ന്. ആ സ്ക്രീൻ ഓഫ് ആയിരിക്കുന്ന സമയത്തുള്ള ഡിസ്പ്ലേ ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ടൈം മാത്രമേ അതിനകത്ത് കാണിക്കുള്ളൂ. ഓക്കെ, ഇത് 24 hour ഫോർമാറ്റിലാണ് ഇപ്പോൾ കിടക്കുന്നത്. എനിവേ റെക്കോർഡ് ആവുന്നുണ്ട് എന്നുള്ളതിൻ്റെ സിമ്പിളായിട്ട് ഇവിടെ ലൈറ്റ് എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളത് മാത്രം നോക്കിയാൽ മതി. ഈ ഡിസ്പ്ലേ ഫുൾ ടൈം ഓൺ ആയിരിക്കണം എന്നില്ല, റെക്കോർഡിംഗ് ആണ് എന്ന് കാണിക്കാൻ. ഇനി ഇത് ആരൊക്കെ വാങ്ങിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ടിലും ബാക്കിലും വളരെ അഫോർഡബിളായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാഷ് ക്യാം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നമുക്ക് അഫോർഡബിളായിട്ട് വാങ്ങാൻ പറ്റുന്ന ഈ 8,000 റുപ്പീസിൻ്റെ നമ്മുടെ 70mm A200 എന്ന് പറയുന്ന ഡാഷ് ക്യാമാണ്. ബാക്കി ഡാഷ് ക്യാം ഇപ്പോൾ ഡ്യുവൽ ചാനൽ വരുന്നത് അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ ഈ ബാക്ക് ക്യാമറയുടെ ക്ലാരിറ്റിയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ആവറേജ് ആയിട്ട് തോന്നിക്കാണായിരിക്കും. അത് നമുക്ക് ബാക്ക് ക്യാമറയ്ക്ക് ഇപ്പോൾ ഈവൻ 15,000 വാങ്ങുകയാണെങ്കിൽ പോലും ആവറേജ് ക്ലാരിറ്റി കിട്ടുള്ളൂ. അത് എപ്പോഴും അങ്ങനെയാണ്. 1720p ബാക്ക് ക്യാമറ റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റി ഡീസൻ്റ് ആണ്. ആൻഡ് ബാക്കിയുള്ള ഈ ഒരു പ്രൈസ് പോയിന്റിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള സ്പെസിഫിക്കേഷൻസും അതുപോലെ ഡേ ടു ഡേ യൂസിൽ വരുന്ന സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഗൈസ്, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.